ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് സെൻറ്റേർഡ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരു ബൊക്കറ്റ് ഉണ്ടാക്കിയാലോ. ഞാൻ 5 സെൻറ്റേർഡ് ഫ്ലവേഴ്സാണ് കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓരോ ഫ്ലവേഴ്സും ഓരോ ബാംബൂ സ്റ്റിക്കുമായിട്ട് നല്ലപോലെ അറ്റാച്ച് ചെയ്യണം. അതിന് ശേഷം ഒന്നുകൂടെ അത് ഇളകി പോവാതിരിക്കാൻ നമ്മൾ സെലോ ടാപ്പ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഫ്ലവേഴ്സും നമ്മൾ ഇതേപോലെ ചെയ്യണം കേട്ടോ, എന്നാലേ അത് ടൈറ്റായി നിൽക്കുകയുള്ളൂ. എല്ലാ ഫ്ലവേഴ്സും പിന്നെ ഇതേ ഒരുമിച്ച് ഇതേപോലെ കവർ ചെയ്തെടുക്കണം. സെലോ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഒട്ടിച്ചിരിക്കുന്നത്. ശേഷം നമ്മൾ ബൊക്കറ്റ് ഷീറ്റ് എടുക്കുക. ഞാൻ ഒറ്റൊരു ബൊക്കറ്റ് ഷീറ്റ് കൊണ്ടാണ് ഈ ബൊക്ക ഉണ്ടാക്കാൻ പോകുന്നത്. പിങ്ക് കളർ പൂവായതുകൊണ്ട് ഞാൻ ഓഫ് വൈറ്റ് ബൊക്കറ്റ് ഷീറ്റാണ് കേട്ടോ എടുത്തത്. ബൊക്കറ്റ് ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ 2 സൈഡായിട്ട് മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓരോ ഫോൾഡിങ്ങും നമ്മൾ സെലോ ടാപ്പ് വെച്ച് സെക്യൂർഡ് ചെയ്യുന്നുണ്ട്. എൻ്റേതായ രീതിയിൽ ചെയ്യുന്നതാട്ടോ, അതുകൊണ്ട് ചിലപ്പോൾ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോന്നും ചെയ്താണ് ഞാൻ എല്ലാ തെറ്റും എൻ്റെ മിസ്റ്റേക്കൊക്കെ മാറ്റി വരുന്നത്. ബാംബൂ സ്റ്റിക്കിൽ മാത്രം ഫ്ലവേഴ്സ് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം തെർമോക്കോൾ എടുത്തു. തെർമോക്കോളിൽ ഈ ബാംബൂ സ്റ്റിക്ക് ഇരുന്ന ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്തതിന് ശേഷം അതിൽ ബൊക്കറ്റ് ഷീറ്റ് ഒട്ടിക്കാൻ തുടങ്ങി. ഫസ്റ്റ് 2 സൈഡിലും ബൊക്കറ്റ് ഷീറ്റ് വെച്ചു, പിന്നെ സെൻറ്ററിലും ബൊക്കറ്റ് ഷീറ്റ് വെച്ചു. ഒട്ടിച്ച കലകൾ കാണാണ്ടിരിക്കാനോ ഒരു പ്രീമിയം ലുക്ക് കിട്ടാനും വേണ്ടി ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഒരു ബൊക്കറ്റ് ഷീറ്റ് കൂടെ കവർ ചെയ്യാം കേട്ടോ. ഒരു റിബൺ കൂടെ കെട്ടിയാൽ നമ്മുടെ ബൊക്കറ്റ് സെറ്റായി. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് കണ്ടിട്ട് പറയാം. അപ്പോൾ ഇതേപോലെ ഇനിയും ക്രാഫ്റ്റ് വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.